Hello friends, welcome to my YouTube channel Common Kitchen Tips. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു വെറൈറ്റി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. നമുക്ക് ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് നമ്മൾ അരി ആഹാരമായിരിക്കില്ല കൂടുതൽ കൊടുക്കുന്നത്. റവ, മൈദ അങ്ങനെയെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിക്കുമ്പോൾ അരി ആഹാരം ആയിരിക്കും കൂടുതൽ കഴിക്കേണ്ടി വരുന്നത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മറ്റുള്ള വെജിറ്റബിളൊക്കെ ചേർത്തും മുട്ട അങ്ങനെയുള്ളതൊക്കെ ഉൾപ്പെടുത്തിയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. അങ്ങനെ രാവിലെ ഒരു മുട്ട റോസ്റ്റും അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സോ ഒരു ജ്യൂസോ ഒരു സ്മൂത്തിയോ ഒക്കെ കഴിക്കുമ്പം അത് മതിയാവും. അപ്പം നമ്മൾ സൺഡേ ആകുമ്പം ഹോളിഡേ ആയതുകൊണ്ട് അവർ വീട്ടിൽ നിൽക്കുമ്പം അവർക്ക് വിശക്കുന്നെങ്കിൽ വേറെ അരിഹാരമല്ലാതെ വേറെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കുകയും ചെയ്യാം. നമുക്ക് വിഷമവുമില്ല. സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ കൊടുത്തു വിടും. വീട്ടിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കാൻ പറ്റും. അപ്പം കഴിയുന്നതും രാവിലെ അരി ആഹാരം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയുള്ള കുറേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിന്ന് നമ്മളിവിടെ കാണിക്കുന്നത് മുട്ട റോസ്റ്റാണ്. കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് നിർബന്ധമായിട്ടും അങ്ങനെ അരി ആഹാരം ഒഴിവാക്കി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൺഡേയും നമ്മൾ അങ്ങനെ അരിയാഹാരം ഒഴിവാക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊരു പ്രത്യേക വെറൈറ്റി ആയിട്ട് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കങ്ങനെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. അപ്പം ഇന്നിവിടെ മുട്ട റോസ്റ്റ് ചെയ്ത് കാണിക്കാം. ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് അരിയാഹാരവും കൂടെ ഒഴിവാക്കിയാൽ പിന്നെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കും? പലരുടെയും ഒരു സംശയമാണ്. പലരും അവരുടെ നേരിട്ട് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്നത് തയ്യാറാക്കുന്നത്. ഇവിടുത്തെ കുട്ടികൾക്കും ഗ്ലൂട്ടൻ അലർജി ഉണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ തന്നെ കഴിക്കാം. അപ്പം നമ്മൾ മുട്ട കുറച്ച് കുക്കറിൽ ഉപ്പിട്ട് പുഴുങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് പുഴുങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കറിവേപ്പിലയും ചേർത്ത്, മറ്റും മുളക് പൊടി ചേർക്കണമെന്നില്ല. അധികം എരിയായാലും കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മുട്ട പുഴുങ്ങി നമുക്ക് അത് പീസാക്കി അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ കൂടെ ഒരു പഴം ജ്യൂസോ സ്മൂത്തിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് തന്നെ മുതിർന്നവർക്കും നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും അരിയാഹാരം കൂടുതൽ കൊടുക്കും, അല്ലാതെ എന്ത് ആഹാരമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അത് പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. ഓരോ ദിവസവും സൺഡേ ആകുമ്പം കുട്ടികൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെയുള്ളത് ചെയ്തു കൊടുക്കാൻ എളുപ്പമായിരിക്കും. നമുക്കിന്ന് ഇത് ചെയ്യാം. നാളെ അടുത്ത സൺഡേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ